ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ഇന്നത്തെ ഡെയിലി വ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൊ ഒരുങ്ങി കെട്ടി എവിടേക്കാ പോകുന്നതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നമ്മൾ ഇന്ന് വോട്ടിടാൻ പോവാണ് കേട്ടോ. ഞാനും അനിയത്തിയും കുഞ്ഞുമണിയും കൂടാണ് കേട്ടോ പോകുന്നത്. കുഞ്ഞുമണിയുടെ നടത്താണ്ടാ വിചാരിക്കും കുഞ്ഞുമണിയും വോട്ടിടാൻ പോവുക. നട്ടുച്ച വെയിലത്താണ് കേട്ടോ ഞങ്ങൾ വോട്ടിടാൻ പോകുന്നത്. ഞങ്ങളത് കുടയും എടുത്തിട്ടുണ്ട്. നട്ടുച്ചയ്ക്ക് പിന്നെ വെയിലല്ലാതെ മഴ വരും, അതായിരിക്കില്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഈ ചളിയെല്ലാം ഞാൻ തന്നെ ഇറക്കുന്നതാണ്, അത് കേട്ട് ആരും പേടിക്കണ്ട കേട്ടോ. പൂ വേണ്ട, പിന്നെ കുഞ്ഞുമണിക്ക് എവിടെന്നെങ്കിലും ഒക്കെ പൂ വേണം കേട്ടോ. അപ്പൊ പൂ പിച്ചിത്താന്ന് പറയാണ് കേട്ടോ. അപ്പൊ അനിയത്തി പൂ പിച്ചി കൊടുക്കുന്നുണ്ട്. എന്താ തനി പകർപ്പ് തന്നെ, വേറെ ഒന്നും മാറ്റിയില്ല. പൂ വേണ്ട, അപ്പൊ ചാടി പറിക്കണം എവിടെന്നെങ്കിലും ഒക്കെ. അങ്ങനെ പൂ പിച്ചി കൊടുത്ത സന്തോഷത്തിൽ നടക്കാണ് കേട്ടോ. അപ്പൊ ഒരു ചിരിയും പാസ്സാക്കിയിട്ടുണ്ട്. നടന്നിട്ട് എത്തിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കട്ടെ കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, കുഞ്ഞുമണിയും കൊണ്ടാണല്ലോ നടക്കുന്നത്. 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങളാണ് കേട്ടോ. കുഞ്ഞുമണിയുടെ നടത്തുകൊണ്ട് തന്നെ 1 മണിക്കൂർ എടുത്ത്, അരമണിക്കൂർ വേണ്ടെടുത്ത് 1 മണിക്കൂർ എത്തി കേട്ടോ ഞങ്ങളോട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും വലിയ രീതിക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, വലിയ രീതിക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞുമണി ദേ എന്റെ ഒക്കത്തിരിപ്പുണ്ട് കേട്ടോ. എന്റെ സ്ലിപ്പ് കൈ വെച്ചോണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി. കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് നേരെ കയറി ചെന്ന് വോട്ടിടാം കേട്ടോ. പക്ഷെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ ക്യൂ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അടുത്ത് നിന്നവരൊക്കെ പറയുന്നുണ്ട് മോളെ കുഞ്ഞിനെ കൊണ്ട് പോകാനെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പള്ളിക്കാവെന്നാണ് കേട്ടോ സ്കൂളിന്റെ പേര്. പിന്നെ സ്കൂൾ മാത്രമല്ല, അതിന്റെ അടുത്ത് തന്നെ അമ്പലം ഉണ്ട് കേട്ടോ. അയ്യപ്പന്റെയാണ് ക്ഷേത്രം. അപ്പൊ കുഞ്ഞുമണി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മയെ നമുക്ക് അമ്പലത്തിൽ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അടച്ചിട്ടേക്കല്ലേ കുഞ്ഞുമണി, പിന്നെ ദിവസം പോവാന്ന്. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന പേരൊക്കെ കണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ. അങ്ങനെ ഞങ്ങൾ വോട്ടിട്ടിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ കുഞ്ഞുമണിയിലെ മണ്ണിലേക്ക് ഇറക്കിയിട്ടേക്കാണ്. അനിയത്തി വരാനുണ്ട് കേട്ടോ. അപ്പൊ അനിയത്തി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ. അങ്ങനത്തെ കുഞ്ഞുമണി ഇവിടെ കുഞ്ഞായി കാത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ദേ ഇരിക്കുന്നത് നടക്കുന്നത്, ഇതൊക്കെയാണ് കുഞ്ഞുമണിയുടെ പരിപാടി. അങ്ങനെ അനിയത്തി വന്നു കേട്ടോ. ഞങ്ങൾ വോട്ടിട്ടെന്ന് അറിയിക്കാനുള്ള പട്ടിശയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അങ്ങനെ ഞങ്ങളതേ നേരെ വീട്ടിലേക്ക് നടക്കാൻ കേട്ടോ. നല്ല രീതിക്ക് വെയിലുണ്ട്. എന്തായാലും ഞങ്ങൾ മുന്നേ കൂട്ടി കുട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഡ്രസ്സ് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടോ. വേറെ ഒന്നുമില്ല, ഇത് ഞാൻ 2021 എടുത്ത ഡ്രസ്സാണ് കേട്ടോ. 4 വർഷമായി ഇപ്പം. ഇത് തന്നെ ഞാൻ ഇടുവാണ് കേട്ടോ. എനിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടൊന്നും ഇല്ല. പ്രഗ്നന്റ് ആയ സമയത്ത് വലിയ രീതിക്ക് എനിക്ക് വയറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇടുവായിരുന്നു. നല്ല ഉടുപ്പാണ് കേട്ടോ. ഇത് ഞാൻ മീശോന്ന് വാങ്ങിയതാണ്. 4 വർഷമായിട്ട് ഞാൻ ഈ ഉടുപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഞങ്ങളിതേ വെള്ളം കുടിക്കാൻ വേണ്ടി കടയിൽ വന്നു കേട്ടോ. എന്റെ വീഡിയോ മുൻപേ കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ ഈ കട. ഞാൻ ഈ തണ്ണിമത്തൻ ജ്യൂസ് ആണ് കേട്ടോ പറഞ്ഞത്. തണ്ണിമത്തൻ ജ്യൂസ് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ച് കുഞ്ഞുമണിക്ക് മീശയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അനിയത്തിക്ക് പിന്നെ ഷാർജയാണ് കേട്ടോ പറഞ്ഞത്. ഇത് 20 രൂപയുടെ ഷാർജയാണ് കേട്ടോ. അപ്പൊ അവള് ഷാർജയും കാണിച്ച് എനിക്ക് കോരി തരുവാണ്. അങ്ങനെ ഞങ്ങളുടെ വോട്ടിടിയിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് കുഞ്ഞുമണി ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബൈ ബൈ, സീ യു.